കെ മുരളീധരൻ ഗുരുവായൂർ മത്സരിക്കാൻ വരുന്നു എന്നുള്ള വാർത്തകളാണ് പ്രചരിക്കുന്നത്. എന്താണ് DCCയുടെ? ഞങ്ങൾക്ക് അങ്ങനെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചൊന്നും ഞങ്ങളങ്ങനെ ആരെങ്കിലും അറിയിക്കുകയോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടിയുടെ ആഗ്രഹം KPCCയെ അറിയിച്ചിട്ടുണ്ട്. നിരവധി വർഷങ്ങളായിട്ട് അവിടുത്തെ പ്രവർത്തകർ ഓരോ യോഗത്തിലും ഇത് നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കൈചിഹ്നത്തിൽ ഒരാൾ മത്സരിക്കണം എന്നുള്ള ആഗ്രഹം സ്വാഭാവികമായും ആ ആഗ്രഹം അത് വളരെ ശക്തമാണ്. അത് യാഥാർത്ഥ്യമാകേണ്ടത് ആവശ്യമാണെന്ന് വിശ്വസിക്കുന്നവരാണ് ജില്ലാ കോൺഗ്രസ് നേതൃത്വം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ KPCCയോട് ഈ ആഗ്രഹം ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഇതുവരെ അതിൻ്റെ മറുപടിയൊന്നും ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. അദ്ദേഹം വന്നാൽ, അദ്ദേഹത്തെ പോലൊരു ഹൈ പ്രൊഫൈൽ ലീഡർ വന്നാൽ ആ സീറ്റ് നിർണായകമായ തെരഞ്ഞെടുപ്പ് ഞങ്ങളെ സംബന്ധിച്ച് കൈചിഹ്നത്തിൽ ആര് വന്നാലും അത് ജയിക്കാൻ പറ്റുന്നുള്ള വിശ്വാസമാണ്. അതാണ് ഗുരുവായൂരിനെ സംബന്ധിച്ച് ഗുരുവായൂർ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വരെ എല്ലായിടത്തും കോൺഗ്രസ് 3-ാം സ്ഥാനത്ത് പോയപ്പോഴും കോൺഗ്രസിനെ കൈവിടാതിരുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ അത് ലീഗുമായി വെച്ച് മാറിക്കഴിഞ്ഞാൽ കൂടുതൽ ഗുണകരമാകും. കുറെ വർഷങ്ങളായി LDFന്റെ കയ്യിലിരിക്കുന്ന സീറ്റാണ്. അത് പിടിച്ചെടുക്കാൻ കഴിയുന്ന ഒരു പ്രതീക്ഷയുണ്ടോ? തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ KPCC നേതൃത്വത്തെ ഞങ്ങൾ അറിയിച്ചത്. അതുകൊണ്ടാണ് അവിടുന്ന് പ്രവർത്തകർ നിരന്തരമായി ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ ഈ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിലും ഞങ്ങളിപ്പോൾ 1240 വോട്ടിനാണ് കുറവ് പോയിരിക്കുന്നത്. അത് ചാവക്കാടും ഗുരുവായൂരും മുനിസിപ്പൽ പ്രദേശങ്ങളിലും മാത്രമാണ്. ബാക്കി എല്ലാ പഞ്ചായത്തുകളിലും ഏങ്ങണ്ടിയൂർ ഒഴിച്ച് വളരെ ശക്തമായി മുന്നേറാൻ സാധിച്ചു. 4 പഞ്ചായത്ത് കോൺഗ്രസ് തന്നെ പിടിച്ചിട്ടുണ്ട്. ഒരെണ്ണം ലീഗും കൂടെ കടപ്പുറം ലഭിച്ചു. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് വളരെ ശക്തവും വളരെ അടിത്തറയുള്ള കോൺഗ്രസിനെ സംബന്ധിച്ച് നല്ലൊരു മണ്ഡലമാണ്. ഈ രണ്ടു കൂട്ടർക്കും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു വെച്ചുമാറ്റം നടക്കുകയാണെങ്കിൽ അത് നന്നായി. തീർച്ചയായും ഞങ്ങളത് തന്നെയാണ് ആവശ്യപ്പെടുന്നത്. ഞങ്ങളിവിടെ ജില്ലയ്ക്കകത്ത് UDFിലെ ലീഗുമായി നല്ല ബന്ധത്തിലാണ് പോകുന്നത്. ഇവിടെ അങ്ങനെ ഒരു ചർച്ചയില്ല, ചർച്ചയ്ക്ക് പ്രസക്തിയില്ല. ഇത് സ്റ്റേറ്റ് UDF ആണ് ചർച്ച ചെയ്യേണ്ടത്. അവർ ചർച്ച ചെയ്ത് ഞങ്ങൾ KPCCയോട് ആവശ്യപ്പെട്ട ഞങ്ങളുടെ ആവശ്യം അംഗീകരിച്ച് തരികയാണെങ്കിൽ വളരെ സന്തോഷം. കോർപ്പറേഷൻ മേയറുടെ കാര്യത്തിൽ എന്താണ് തീരുമാനം? ഞങ്ങളിപ്പോൾ ഇന്നലെയാണ് പാർലമെൻ്ററി പാർട്ടി യോഗം നടന്നത്. ഇനി സ്വാഭാവികമായും അതിൻ്റെ നടപടിക്രമം അനുസരിച്ച് ഇപ്പോൾ യോഗം DC പ്രസിഡന്റിനെ ചുമതലപ്പെടുത്തി. ഇനി ജില്ലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാരും സ്റ്റേറ്റ് ലീഡർഷിപ്പുമായി ആലോചിച്ച് ഉടൻ തന്നെ കാൻഡിഡേറ്റിനെ പ്രഖ്യാപിക്കും.